ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന ക്ലർക്ക് സാധ്യതാ പട്ടികയെക്കുറിച്ചുള്ള തൊഴിൽ വാർത്തയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. LD ക്ലർക്ക് 12 ജില്ലകൾക്ക് സാധ്യതാ പട്ടികയായി. കൊല്ലം ജില്ലയ്ക്ക് ഈ ആഴ്ച പ്രസിദ്ധീകരിക്കും. ഇടുക്കി ജില്ലയ്ക്ക് മാത്രം അല്പം വൈകും. 12 ജില്ലകളിലായി കഴിഞ്ഞ ലിസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 2737 പേരെ കുറച്ചു. വിവിധ വകുപ്പുകളിൽ ക്ലാർക്ക് നിയമനത്തിനുള്ള സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ 2737 പേരുടെ കുറവ് 12 ജില്ലകളിലും കൂടി ചേർത്താണ്. ഇനി പ്രസിദ്ധീകരിക്കാനുള്ള കൊല്ലം, ഇടുക്കി ജില്ലകൾ. കൊല്ലം പട്ടിക തയ്യാറായി, പക്ഷേ സൂക്ഷ്മ പരിശോധന പൂർത്തിയായിട്ടില്ല. ഈ ആഴ്ച പ്രസിദ്ധീകരിക്കും. ഇടുക്കിയുടേത് വൈകും. മൂല്യനിർണ്ണയത്തിൻ്റെ തുടർ നടപടികൾ പൂർത്തിയായിട്ടില്ല. ഏറ്റവും അവസാന ഘട്ടത്തിൽ പരീക്ഷ നടന്ന ജില്ലകളിലൊന്നാണ് ഇടുക്കി. ഏറ്റവും ലാസ്റ്റ് ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പരീക്ഷ എഴുതിയവർ കുറവാണെങ്കിലും ഇടുക്കിയുടെ മൂല്യനിർണ്ണയമാണ് അവസാനം പൂർത്തിയാക്കിയത്. ലാസ്റ്റ് പരീക്ഷ ആയിരിക്കാം, ലാസ്റ്റ് LGS പരീക്ഷയാണ് ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്. LD ക്ലർക്ക് അവസാന ഘട്ടം നടന്നതാണ് ഇടുക്കി. 1-2 ആഴ്ചയ്ക്കകം തന്നെ പട്ടിക പ്രസിദ്ധീകരിക്കും. മറ്റ് ജില്ലകളിൽ കഴിഞ്ഞ തവണ 12 ജില്ലകളിലും കൂടി 20,877 പേരുണ്ടായിരുന്നു. ഈ തവണ 18,140 പേര്. തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ കഴിഞ്ഞ തവണ 2000-ൽ ഏറെ പേരുണ്ടായിരുന്നു. ഈ തവണ തിരുവനന്തപുരത്തും എറണാകുളത്തും മാത്രമാണ് 2000-ൽ കൂടുതൽ വന്നത്. എല്ലാ ജില്ലകളിലും ഈ തവണ കട്ട് ഓഫ് മാർക്ക് ഉയർന്ന നിലയിലാണ്. കഴിഞ്ഞ സാധ്യതാ പട്ടികയിൽ 48.67 മുതൽ 55.33 വരെയായിരുന്നു കട്ട് ഓഫ്. ഈ തവണ കട്ട് ഓഫ് തുടങ്ങിയത് തന്നെ കഴിഞ്ഞ തവണത്തെ മാക്സിമത്തിനും മുകളിലാണ്. ഈ തവണ 57 മുതൽ 72.67 കട്ട് ഓഫ്. ഏറ്റവും കുറവ് കണ്ണൂരിൽ 57 മാർക്ക്, ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത് 72.67 മാർക്ക്. ഉദ്യോഗാർത്ഥികളെ കുറയ്ക്കാൻ വേണ്ടി കട്ട് ഓഫ് വൻതോതിൽ ഉയർത്തി. പക്ഷേ അത് ഒരു പരിധി വരെ നല്ല തീരുമാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലിസ്റ്റിൽ വന്ന് നിയമനങ്ങൾ വളരെ കുറവായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ നിലവിലെ റാങ്ക് പട്ടികയ്ക്ക് ഇനി 4.5 മാസം അല്ലെങ്കിൽ 4 മാസത്തിൽ കൂടുതൽ കാലാവധി മാത്രമുള്ളൂ. ഇതിൽ 10,000 പേരെ 20,000 പേരെ ഉൾപ്പെടുത്തിയതിൽ 10,000 പേര് ഇപ്പോഴും നിയമനം ലഭിക്കാതെ നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ 18,000 പേരെ ഉൾപ്പെടുത്തിയതിൽ 10,000 പേർക്ക് നിയമനം ലഭിക്കുകയുള്ളൂ എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കട്ട് ഓഫ് അല്പം കൂട്ടിയിട്ട് സാധ്യതാ പട്ടിക ചുരുക്കിയത് തന്നെയാണ് നല്ലത്. എനിവേ, ഇനി പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നവർ മനസ്സിലാക്കുക, 14 ജില്ലകളിൽ നിന്നും ആദ്യത്തെ 7,000, അതായത് ഓരോ ജില്ലയിലെയും 500-ൽ ആദ്യ 250-ൽ ഒക്കെ വരുന്നവർക്ക് മാത്രമേ ഇനി ജോലി സാധ്യത ഉള്ളൂ. ആ ഒരു കൺസെപ്റ്റിൽ പഠിക്കുക. ഇനി വരാൻ പോകുന്ന LD ക്ലർക്ക് പരീക്ഷ എന്ന് പറയുമ്പോൾ മുറ പോലെ നടക്കുന്ന പരീക്ഷകളാണ്. അപ്പോൾ ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷൻ 2023 ആയതുകൊണ്ട് 3 വർഷങ്ങൾക്ക് ശേഷം 2026 ഡിസംബർ 31-നുള്ളിൽ തന്നെ LD ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. 27-ൽ പരീക്ഷയും ഉണ്ടാകും. ഇപ്പോഴേ നിങ്ങൾ ആ ലക്ഷ്യം വെച്ച് പഠനം നടത്തുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആദ്യത്തെ 500-ൽ അല്ലെങ്കിൽ ഓരോ ജില്ലയിലെ ആദ്യത്തെ 250 പേരിൽ എത്താൻ സാധിക്കൂ. കടുത്ത മത്സരമാണ്. നന്നായി പരിശ്രമിക്കുക. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ LD ക്ലർക്ക് 2027 ലക്ഷ്യം വെച്ചിട്ട് 1000 ദിവസത്തെ സ്റ്റഡി പ്ലാൻ നടക്കുന്നുണ്ട്. ഒന്ന് കയറി കണ്ടു നോക്കുക. താല്പര്യമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.